വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ ഇന്നലെ 27ാമത്തെ ശ്ലോകം ചെയ്തു. അതിൽ പറഞ്ഞ എന്താണ്, ആ മുനികുമാരൻ പറഞ്ഞു, അങ്ങക്ക് ബ്രഹ്മഹത്യാപാപം ഇല്ല, കാരണം ഞാനൊരു വൈശ്യനായിട്ടുള്ളൊരു തപസ്വിയാണ്. പക്ഷേ എൻ്റെ അച്ഛനമ്മമാരവിടെ ദാഹിച്ചു വലഞ്ഞ് എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് മാത്രമേ പറഞ്ഞുള്ളൂ, ശപിച്ചൊന്നുമില്ല. മാത്രമല്ല ഞാൻ ഇപ്പം മരിക്കും, പക്ഷെ മരിച്ച അങ്ങക്ക് ബ്രഹ്മഹത്യാപാപം ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 28, 29, 30 വായിക്കാം. തയോസ്ത്വമുദകം ദേഹി ശീഘ്രമേവാവിചാരയൻ ന ചേത് ത്വാം ഭസ്മസാൽ കുര്യാൽ പിതാമേ യദി കുപ്യതി ജലം ദത്വാ തു തൗ നത്വാ കൃതം സർവം നിവേദയാ ശല്യമുദ്ധര മേ ദേഹാൽ പ്രാണാംസ്ത്യക്ഷ്യാമി പീഡിതഃ ഇത്യുക്തോ മുനിനാ ശീഘ്രം ബാണമുൽപ്പാട്യ ദേഹത സജലം കലശം ധൃത്വാ ഗതോഹം യത്ര ദമ്പതി. ഇനി എന്താ പറയണം നോക്കാം നമുക്ക്. തയോഹോ ത്വം ഉദകം ദേഹി, അങ്ങ് അവർക്ക് വേഗം പോയി ആ ജലം കൊടുക്കൂ, അവർ ദാഹിച്ചിരിക്കണേ. അവിചാരയൻ ശീഘ്രമേവ, വേഗം വേണം, കാരണം അവർക്ക് അത്ര ദാഹിച്ച് വലഞ്ഞിരിക്കണു, വേഗം കൊണ്ട കൊടുക്കൂ വെള്ളം. ന ചെയ്ത്, അല്ലെങ്കിൽ പിതാ യതി കുപ്യതി, എൻ്റെ പിതാവ് കോപിച്ചു എങ്കിൽ ത്വാം ഭസ്മാത് കുര്യാത്, അങ്ങയെ കോപം കൊണ്ട് ഭസ്മാക്കും അച്ഛൻ. ജലം ദത്വാ തു തൗ നത്വാ, ജലം കൊടുത്തതിന് ശേഷം അവരെ നമസ്കരിച്ചിട്ട് കൃതം സർവം നിവേദയ, ഇതെല്ലാം പറയുണ്ടായ കാര്യമൊക്കെ. മേ ദേഹർ, എൻ്റെ ഈ ദേഹത്തിൽ നിന്ന് ശല്യമുദ്ധര, അതായത് ഈ ശല്യത്തെ പറിച്ചാലും ചെണ്ടറിയോ, ആ അമ്പ് അത്ര വേദനിക്കണ്ട മുനികുമാരനെ, വേഗം അമ്പ് പറിച്ചെടുക്കൂ. പീഡിത അഹം പ്രാണാൻ ത്യക്ഷ്യാമി, ഞാൻ എന്താ വേദന കൊണ്ട് പെട്ടാണ് ഞാൻ എന്താ എൻ്റെ പ്രാണങ്ങളെ ത്യജിക്കുന്നു. മുനിന ഇതി ഉക്ത അഹം, ഇങ്ങനെ മുനികുമാരൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ശീഘ്രം ദേഹതഃ ബാണം ഉൽപ്പാട്യ, ഞാൻ വേഗം ബാണം ദേഹത്തുനിന്ന് പറിച്ചെടുത്തു. മുനികുമാരൻ്റെ ഞാൻ അയച്ച ശരം തന്നെ വേഗം എടുത്തു. സജലം കലശം ധൃത്വ, എന്നിട്ട് വേഗം അയാളവിടെ മരിച്ചു വീണു. എന്നിട്ട് ആ ജലം നിറച്ച ആ കുടം എടുത്തിട്ട് എത്ര ദമ്പതി തത്ര അഗത, ദമ്പതിമാരെ, ആ വയസ്സായ ദമ്പതിമാരെ എവിടെ ഇരിക്കണേ അവിടെ എത്തി, അല്ലെങ്കിൽ അവിടേക്ക് പോയി. എന്താണ് അപ്പോൾ ഈ 3 ശ്ലോകത്തിൽ പറഞ്ഞാൽ, ഈ മുനികുമാരൻ പറഞ്ഞു, അങ്ങക്ക് ബ്രഹ്മഹത്യ പാപമൊന്നുമില്ല, പക്ഷെ അച്ഛൻ അമ്മയും ദാഹിച്ചിരിക്കേണ്ട പറഞ്ഞില്ലേ. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ അവർക്ക് വേഗം വെള്ളം കൊണ്ടു കൊടുക്കൂ, ഒരു നിമിഷം കളയണ്ട, ആലോചിച്ച് സമയമൊന്നും കളയണ്ട, അതാണ് പറഞ്ഞത്. ശീഘ്രമേവ അവിചാരയൻ, വിചാരിക്കാൻ സമയം കളയാതെ പോവൂ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കോപിച്ചിട്ട് അങ്ങേ ഭസ്മാക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, വെള്ളം അവർക്ക് കൊടുത്തതിന് ശേഷം അവരെ നമസ്കരിച്ചിട്ട് ഈ ഉണ്ടായ വിവരങ്ങളൊക്കെ പറയൂ. എൻ്റെ ഈ മരണം അറിയാതെ എങ്ങനെ അമ്പയച്ചു, ഞാൻ മരിച്ചു എന്ന് തന്നെ പറഞ്ഞു കൊടുക്കാതെ പറ്റില്ലല്ലോ, സത്യം പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ ഈ ഉണ്ടായതെല്ലാം അവരെ പോയി അറിയിക്കൂ. എന്നിട്ട് വേഗം എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ബാണൊന്ന് വലിച്ചെടുക്കൂ, വേദനിച്ചിട്ട് വയ്യ, എനിക്ക് വളരെ ദുഃഖമുണ്ട്, വേദനിച്ചിട്ട് വയ്യ, ഞാൻ വേഗത്തിൽ എൻ്റെ പ്രാണനെ കളയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദശരഥൻ ആ ഒരു പ്രാണവേദന കണ്ടിട്ട് മുനികുമാരൻ്റെ വേഗം അദ്ദേഹത്തിൻ്റെ ദേഹത്തുനിന്ന് അവനവൻ തന്നെ ആ ബാണം പറിച്ചെടുത്ത ശേഷം ആ
ഒരു കുടത്തിൽ വെള്ളം നിറച്ച് അതും കൊണ്ട് ഈ മുനികുമാരൻ്റെ വൃദ്ധ മാതാപിതാക്കളിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 28, 29, 30 വായിച്ചിട്ട് അടുത്ത 4 ശ്ലോകം ഒന്നിച്ചാണ് 35 വരെ. അപ്പം ഇത് വായിക്കാം. തയോസ്ത്വമുദകം ദേഹി ശീഘ്രമേവാവിചാരയൻ നചേത് ത്വാം ഭസ്മസാൽ കുര്യാത്. അങ്ങേ ഭസ്മാക്കും വേഗം കൊണ്ട കൊടുത്തില്ലെങ്കിലേ പിതാമേ യതി കുപ്യതി ദേഷ്യപ്പെട്ടിട്ടേ ജലം ദത്വാ തു തൗ നത്വ ജലം കൊടുത്ത് അങ്ങ് നമസ്കരിച്ചതിന് ശേഷം കൃതം സർവം നിവേദയ ഉണ്ടായതെല്ലാം പറയൂ. ശല്യമുദ്ധരമേ ദേഹാദ് പ്രാണാം ത്യക്ഷ്യാമി പീഡിത. എൻ്റെ മേലിന്ന് ശരം വലിച്ചെടുക്കൂ, ഞാൻ പ്രാണങ്ങളെ ത്യജിക്കട്ടെ. ഇത്യുക്തോ മുനിനാ ശീഘ്രം. മുനിത് പറഞ്ഞപ്പോൾ ഇത്യുക്തോ മുനിത് പറഞ്ഞപ്പോൾ എന്താ ചെയ്ത് ദശരഥൻ? ശീഘ്രം ബാണമുത്പാട്യ ദേഹത്തുനിന്ന് ബാണം വലിച്ചെടുത്തു. സജലം കലശം ധൃത്വ ജലം നിറച്ച ആ കുടമെടുത്ത് ഗതോഹം യത്ര ദമ്പതി ഞാൻ ദമ്പതികളുടെ അടുത്തേക്ക് യാത്രയായി, ആ വൃദ്ധ ദമ്പതികളുടെ അടുത്തേക്ക്. ഇനി 4 ശ്ലോകം ഒന്നിച്ച് വായിക്കാം. അല്ല 5 ശ്ലോകം കേട്ടോ, 5 35 വരെ. അതിവൃദ്ധാവന്ധദൃശൗ ക്ഷുൽപിപാസാർദിതാനിശി നായാതി സലിലം ഗൃഹ്യ പുത്ര കിം വാത്രകാരണം അനന്യഗതികൗ വൃദ്ധൗ ശോച്യൗ തൃട്പരിപീഡിതൗ ആവാമുപേക്ഷതേ കിം വാ ഭക്തിമാനാവയോ സുതഃ ഇതി ചിന്താവ്യാകുലൗ തൗ മൽപാദന്യാസജം ധ്വനിം ശ്രുത്വാ പ്രാഹ പിതാ പുത്ര കിം വിളംബ കൃതസ്ത്വയാ. പാവം. ദേഹ്യാവയോ സുപാനീയം പിബത്വമപി പുത്രക ഇത്യേവം ലഭതോർഭീത്യ സകാശമഗമം ശനൈ പാദയോ പ്രണിപത്യാഹമബ്രുവം വിനയാന്വിതഃ നാഹം പുത്രസ്ത്വയോധ്യായ രാജാ ദശരഥോസ്മ്യഹം. എന്താണോ അതിവൃദ്ധവും വളരെയധികം വൃദ്ധന്മാരും വൃദ്ധരായവരും അന്ധദൃശവും കണ്ണും കാണില്ല അവർക്ക്, പാവം കണ്ണു കാണാത്തവരും നിശി വിപാസിതാർദിതവും രാത്രിയിൽ ദാഹിച്ച് പരവശരായിരിക്കുന്നവരും പുത്ര സലിലം ഗൃഹ്യ എന്ന ആയാതി പുത്രൻ എന്താ ജലം കൊണ്ടുവരാത്ത അത്രയ്ക്കും വാ കാരണം, ഇതെന്താ ഇത്ര താമസം, അതിനെന്താ കാരണം? അനന്യഗതികവും അന്യഗതിയില്ലാത്തവരും ആരും ആശ്രയമില്ല അങ്ങനെയുള്ളവരാണ്. വൃദ്ധവും വയസ്സായവരും ശോച്ചു വല്ലാത്ത ശോചനീയമായ സ്ഥിതിയോട് കൂടിയവരും പരിപീഡിതവും ആവാം ദാഹം കൊണ്ട് പൊരിയുന്നവരും ആയ നമ്മളെ ഭക്തിമാൻ ആവയോഹോ സുത നമ്മുടെ നല്ല റെസ്പെക്റ്റ്ഫുള്ളാണ് അങ്ങനത്തെ വളരെ ആദരവോട് കൂടിയിട്ടുള്ള പുത്രൻ ഉപേക്ഷതയ്ക്കും ഉപേക്ഷിക്കോ? എത്ര നേരമായി പോയിട്ട് വരുന്നില്ല, എത്ര നല്ല ആദരവോട് കൂടിയുള്ള പുത്രൻ നമ്മളെ ഉപേക്ഷിച്ച് പോവുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഉപേക്ഷിക്കോ? ഇത് ചിന്താവ്യാകുലൗത്തൗ കുറച്ചധികം നേരമായി പോയിട്ടേ. അങ്ങനെ ചിന്താഗ്രസ്തരായിട്ടുള്ള അവർ മൽപാദന്യാസജം ധ്വനിം ശ്രുത്വ എൻ്റെ കാലടിയുടെ ശബ്ദം കേട്ടിട്ട്, കാല് വെക്കണല്ലേ കാൽവെപ്പിൻ്റെ ശബ്ദം കേട്ടിട്ട് പിതാ പ്രാഹ ആ വൃദ്ധപിതാവ് പറഞ്ഞു, പുത്ര ത്വയാ കിം വിളംബകൃതം എന്താ ഇത്ര വൈകിയത്, കാലവിളംബം എന്താ അത്ര ഉണ്ടായത് വരാൻ എന്ന് ചോദിച്ചു. ആവയോഹോ സുപാനീയം ദേഹി ഞങ്ങൾക്ക് നല്ല വെള്ളം വേഗം തരൂ. പുത്രകാ ത്വം അഭി പിബ നീയും കുടിച്ചോളൂ. ഇത്യേവം ലപതോഹോ എന്ന് പറയുന്നവരുടെ സകാശം ശനൈഹി അഗമം അവരുടെ അടുത്തേക്ക് ഞാൻ മെല്ലെ അവരുടെ അടുത്തേക്ക് നീങ്ങി. പാദയോഹോ അഹം പ്രണിപത്യ പാദങ്ങളിൽ ഞാൻ നമസ്കരിച്ചിട്ട് എന്ത് ചെയ്തു? വിനയാന്വിത അബ്രുവം വളരെ വിനയത്തോടു കൂടി ഞാൻ പറഞ്ഞു. ദശരഥനെ എന്താ പറഞ്ഞ? അഹം പുത്ര ഞാൻ നിങ്ങളുടെ പുത്രനല്ല, കിന്തു അയോധ്യായാഹ രാജ ദശരഥ അഹം അസ്മി, അയോധ്യയിലത്തെ രാജാവായിട്ടുള്ള ദശരഥനാണ് ഞാൻ എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ 5 ശ്ലോകം കൊണ്ട് എന്താ പറയണേ, പിന്നെ എന്താണ് വ്യാസഭഗവാൻ ഉണ്ടോ വളരെ നല്ല വൃദ്ധരായിരിക്കുന്നു, കണ്ണും കാണാതെ രാത്രിയിൽ ദാഹിച്ചു വലഞ്ഞിരിക്കണ അവരെ ആലോചിക്കുകയാണ്. അവരുടെ ആലോചനയാണ് ആദ്യം പറഞ്ഞത്, അവരുടെ മനസ്സിലത്തെ ആലോചന. നമുക്കും അങ്ങനെയാണല്ലോ, നമുക്ക് ആപത്ത് എന്തെങ്കിലും വന്നു എന്ന് എപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിക്കുമല്ലോ. എന്തെങ്കിലും നമ്മൾ വിചാരിച്ച സമയത്ത് ആരെങ്കിലും വരാതിരിക്കുകയെ എന്തെങ്കിലും നമ്മൾ അവരൊന്ന് കേൾക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ, അതേപോലെ തന്നെ പാവം ഇവർ ആ കണ്ണ് കാണാതെ വൃദ്ധരുമാണ്, കാട്ടിൽ അന്യാശ്രയം ഇല്ലാതെ ഇരിക്കല്ലേ. അപ്പോൾ ഈ മകൻ വരാൻ വൈകിയപ്പോൾ അവരുടെ മനസ്സിങ്ങനെ പിടയ്ക്കുന്നുണ്ട്. അപ്പം മനസ്സിലുള്ള ആലോചനയാണ് പറയണത്. എന്താ അറിയോ, എന്താ അത് അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ആത്മകഥോ എന്തായാലും അവർ തമ്മിൽ പറയാം. ഈശ്വര, എന്താ നമ്മുടെ മകൻ വെള്ളം കൊണ്ടുവന്നില്ലല്ലോ, എന്താവും കാരണം? നമുക്കിനി അന്യാശ്രയം ഇല്ലാത്തവരല്ലേ നമ്മളെ, വയസ്സുമായി നമുക്കാണെങ്കിൽ ഒന്നും കാണൂല്ല. അതായത് നമ്മളെ കാണുമ്പോൾ തന്നെ വല്ലവർക്കും ദയനീയ അവസ്ഥയിലാണ് നമ്മളിരിക്കണത്. മാത്രമല്ല പോരാത്തതിന് അതിഭയങ്കരമായിട്ടുള്ള ദാഹമുണ്ട്. ഇങ്ങനെ ഇരിക്കണം നമ്മളോട് എപ്പോഴും വളരെ ആദരവും സ്നേഹമുള്ള മകൻ നമ്മൾ ഉപേക്ഷിച്ച് പോവുണ്ടാവുമോ? അതുണ്ടാവില്ല. എന്നൊക്കെ ആലോചിക്കുക. പക്ഷെ വരാൻ വൈകുമ്പോൾ പേടി പാവം ആലോചിച്ച് ദുഃഖിച്ചിരിക്കുമ്പോഴാണ് കാലടികളുടെ ശബ്ദം കേട്ടു. അപ്പം ആ വേഗം സന്തോഷമായിട്ട് മകനാണെന്ന് വിചാരിച്ചു. എന്നിട്ട് ആ അച്ഛൻ പറയണം, പുത്ര എന്താ എത്ര താമസിച്ചത്, ഞങ്ങൾക്ക് വേഗം ആ വെള്ളം തരൂ കുടിക്കാൻ, നീയും കുടിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്ന ആ വൃദ്ധ ദമ്പതികളുടെ സമീപത്തേക്ക് വളരെ വിഷമത്തോടും ഭയത്തോടും കൂടി ഞാൻ ചെന്നു. എന്നിട്ടോ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തിട്ട് വളരെ വിനയാന്വിതനായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പുത്രനല്ല, ഞാൻ അയോധ്യ രാജാവായ ദശരഥനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി. ഇനി നമുക്ക് ഈ 5 ശ്ലോകം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് 36-ാമത്തേക്ക് പോവാം. അതിവൃദ്ധാവന്ധദൃശൗ ക്ഷുൽപിപാസാർദിതൗ ദിശി നായാദിസലിലം ഗൃഹ്യ പുത്ര കിം വാത്ര കാരണം. എന്താ വരാത്ത പുത്രൻ? അനന്യഗതികൗ വൃദ്ധൗ, അന്യാശ്രയമില്ലാത്ത വൃദ്ധന്മാരുമാണ്. ശോചനീയായിട്ടുള്ള അവസ്ഥയാണ്. തൃഡ്പരിപീഡിതൗ, ദാഹിച്ചു വലയുന്നവരാണ്. ആവാമുപേക്ഷതേ കിം വാ ഭക്തിമാനാവയോ സുതഃ. സ്വതവേ നല്ല ഭക്തി സ്നേഹമുള്ള സുതൻ ഉപേക്ഷിച്ചിട്ടുണ്ടാവുമോ? ഇതി ചിന്താവ്യാകുലൗ തൗ മത്പാദന്യാസജം ധ്വനിം. പദവിന്യാസം കേട്ടിട്ടേ, ദശരഥൻ്റെ പദവിന്യാസം പെട്ടെന്ന് കേട്ടപ്പോൾ ശ്രുത്വാ പ്രാഹ പിതാ, അത് കേട്ട് അച്ഛൻ പറയണെന്താ, പുത്ര കിം വിളംബ കൃതസ്തയാ, എന്താ അത്ര താമസിച്ചത്? പാദയോ ദേഹ്യാവയോ സുപാനീയം പിബ ത്വമപി പുത്രക. വേഗം ഞങ്ങൾക്ക് വെള്ളം തരൂ, നീയും കുടിച്ചോളൂ പറയണ്ടേ അല്ലേ. പിബ ത്വമപി പുത്രക ഇത്യേവം ലപതോർഭീത്യ സകാശമഗമം ശനൈഹി. ഇങ്ങനെ പറയുന്ന അവരുടെ അടുത്തേക്ക് ഞാൻ നടന്നു നീങ്ങി എന്നാണ്. ശനൈഹി പതുക്കെ. പാദയോഹോ പ്രണിപത്യാഹം, പാദത്തിൽ നമസ്കരിച്ചിട്ട് അബ്രുവം വിനയാന്വിത, വിനയത്തോടു കൂടി എന്താ പറഞ്ഞ, നാഹം പുത്ര, നിങ്ങളുടെ മകനല്ല, അയോധ്യായ രാജ ദശരഥോസ്മ്യഹം, അയോധ്യയിലത്തെ രാജാവായിട്ടുള്ള ദശരഥനാണ്. ഇനി 36-37 ഒന്നിച്ചാണ് നമുക്ക് ചെയ്യാം. പാപോഹം മൃഗയാസക്തോ രാത്രൗ മൃഗവിഹിംസകഃ ജലാവതാരാ ദൂരേഹം സ്ഥിത്വാ ജലഗതം ധ്വനിം ശ്രുത്വാഹം ശബ്ദവേധിത്വാദേകം ബാണമഥാത്യജം ഹതോസ്മീതി ധ്വനിം ശ്രുത്വാ ഭയത്തത്രാഹമാഗതഃ. ശരിക്കുണ്ടായത് പറഞ്ഞു. എന്താ പറഞ്ഞ, പാപഹ അഹം, അയ്യോ എന്തോ പാപം ചെയ്ത ഞാൻ, മൃഗയാസക്ത, നായാട്ടിലുള്ള എൻ്റെ അതിയായിട്ടുള്ള ഔത്സുക്യം ഉള്ളവനും, രാത്രവും മൃഗവിഹിംസക, രാത്രിയിൽ മൃഗങ്ങളെ ഹിംസിക്കുന്നവനുമായിട്ടുള്ള നായാട്ടുകാരനായ ഞാൻ,
ജലാവതാരാത് ദൂരെ സ്ഥിത്വ. ഈ ജലത്തിൽ നിന്ന് ഞാൻ ആ സംഭവം അവിടെ അതിന്ന് കുറേ ദൂരെയാണ് ഞാൻ നിന്നിരുന്നതേ. ജലഗതം ധ്വനിം ശ്രുത്വ. ഈ കുടത്തിൽ വെള്ളം മുക്കണ ശബ്ദം കേട്ടിട്ട് എന്താണ് ശബ്ദം? ഏകം ബാണം അത്യജം. ഒരു ബാണം അങ്ങോട്ട് ആ ശബ്ദത്തിന് ലക്ഷ്യം, ശബ്ദം കേട്ട ദിക്കിനെ ലക്ഷ്യമാക്കി ഞാൻ അയച്ചു. ഹതഹ അസ്മി ഇതി ധ്വനിം ശ്രുത്വ. അയ്യോ ഞാൻ നിഗ്രഹിക്കുക, എന്നെ ആരോ കൊല്ലണമല്ലോ, അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടുവല്ലോ എന്ന് ശബ്ദം കേട്ടിട്ട് ഭയാത് തത്ര അഹം ആഗത. ഞാൻ ഭയത്തോടുകൂടി അങ്ങോട്ട് ഓടി, അങ്ങോട്ട് ഞാൻ പോയി. എന്താ പറയണ ഈ 2 ശ്ലോകത്തിലെ? വൃദ്ധ മാതാപിതാക്കളെ, ഈ പാപിയായിട്ടുള്ള ഞാൻ നായാട്ടിൽ വളരെ ഔത്സുക്യമുള്ള ആളായതുകൊണ്ട് രാത്രിയിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളെ വേട്ടയാടാനായിക്കൊണ്ട് നദിയിലേക്ക് ഇറങ്ങുവാൻ ആ നദിയുടെ തീരത്ത് സ്ഥലത്ത് നിന്ന് കുറേ ദൂരെയായിരുന്നു. അപ്പോൾ ഈ നദീതീരത്തിലാണ് ജലത്തിൻ്റെ ശബ്ദം കേട്ടു. ഈ കുടത്തിലേക്ക് വെള്ളം കയറണതേ നദീതീരത്ത് നിന്ന് ഞാൻ നിൽക്കുന്നത് കുറേ അകലെയാണ്. പക്ഷെ നദീതീരത്തു നിന്ന് ശബ്ദം കേൾക്കാൻ പറ്റി എനിക്ക്, വെള്ളം ഇങ്ങനെ ആ കുടത്തിലേക്ക് ഇരിക്കണത്. അപ്പം അത് ആ വെള്ളം ശബ്ദം കേട്ട ദിക്കിനെ ലക്ഷ്യമാക്കിയിട്ട് ഞാൻ ഒരു മൃഗമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ബാണം പ്രയോഗിച്ചു. അതായത് ആ ശബ്ദം കേട്ടോടത്തേക്ക് ബാണം അയച്ചിട്ട് അത് ശരിക്കും ലക്ഷ്യത്തിൽ കൊള്ളാണ്ടൊക്കെ ഉള്ള കഴിവ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആ അഭ്യാസം ഉപയോഗിച്ച് ആ ശബ്ദം കേട്ട ദിക്കിനെ ലക്ഷ്യമാക്കിയിട്ട് ഞാനൊരു ബാണം പ്രയോഗിച്ചു. അയ്യോ, ഞാൻ ഹതനായില്ലോ, ഞാൻ കൊല്ലപ്പെട്ടുല്ലോ എന്ന ശബ്ദമാണ് ഞാൻ പെട്ടെന്ന് കേട്ടത്. കാരണം ഞാനതൊരു മൃഗ വിചാരിച്ച് അയച്ചതാണ്. അപ്പം പെട്ടെന്ന് ഞാൻ കൊല്ലപ്പെട്ടുവല്ലോ അല്ലെങ്കിൽ ഹതനായില്ലോ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ പേടിച്ച് ഞാൻ ഉടനെ ആ നദി ആ ജലം ആ പൊയ്കയുടെ തീരത്തേക്ക് എത്തി ഞാൻ എന്ന് പറയണം. പാപോഹം മൃഗയാസക്തോ രാത്രൗ മൃഗവിഹിംസക ജലാവതാരാ ദൂരേഹം സ്ഥിത്വാ ജലഗതം ധ്വനിം ശ്രുത്വാഹം ശബ്ദവേധിത്വാദേകം ബാണമഥാത്യജം ഹതോസ്മീതി ധ്വനിം ശ്രുത്വാ ഭയത്തത്രാഹമാഗത. ഓടിയെത്തി ഞാൻ അവിടെ. എന്നിട്ടോ ജഡാവിഗീര്യപതിതം ദൃഷ്ട്വാഹം മുനിദാരകം ഭീതോ ഗൃഹീത്വാ തത്പാദൗ രക്ഷേതി ചാബ്രുവം. അപ്പം എന്താ ഉണ്ടായത്? ജഡാവിഗീര്യ, ജഡകളെ പരത്തിയിട്ടിട്ട് പതിതം മുനിദാരകം, അങ്ങനെ വീണ് കിടക്കുന്ന മുനികുമാരനെ കണ്ടിട്ട് ഭീതഃ അഹം, പേടിച്ചിട്ടുള്ള ഞാൻ തത്പാദൗ ഗൃഹീത്വ, ആ പാദങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് രക്ഷ ഇതി അബ്രുവം ച, എന്നെ രക്ഷിക്കണേ, മാപ്പ, ഞാൻ അറിയാതെ ഈ അപരാധം ചെയ്തതാണ്, എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ ആ കുട്ടിയോട് തന്നെ, ആ മുനികുമാരൻ്റെ കാൽക്കൽ വീണ് ഞാൻ എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അർത്ഥിച്ചു. എന്താ പറഞ്ഞത്? അപ്പോൾ ജടയുടെ കെട്ടൊക്കെ കഴിഞ്ഞ് രാത്രിയിലേ വരണേ, തലമുടിയൊക്കെ ചിന്നിച്ചെതറി നിലത്ത് വീണ് കിടക്കണ ആ മുനികുമാരനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഭയവും സങ്കടവും തോന്നിയിട്ട് ഞാൻ ആ മുനികുമാരൻ്റെ കാൽക്കൽ വീണിട്ട് എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അത് ഇവരുടെ മകനാണല്ലോ. ജഡാവിഗീര്യപതിതം ദൃഷ്ട്വാഹം മുനിദാരകം ഭീതോ ഗൃഹീത്വാ തത്പാദൗ രക്ഷേതി ചാബ്രുവം. 39. മാ ഭൈഷീരിതി മാം പ്രാഹ ബ്രഹ്മഹത്യാഭയം നതേ മത്പിത്രോ സലിലം ദത്വാ നത്വാ പ്രാർത്ഥയ ജീവിതം. അപ്പം എന്താ മുനികുമാരൻ പറഞ്ഞ? മാ ഭൈഷി, ഭയപ്പെടേണ്ട, ബ്രഹ്മഹത്യാഭയം നതേ, ബ്രഹ്മഹത്യാഭയം, ഇതുകൊണ്ട് നിനക്ക് ബ്രഹ്മഹത്യ ചെയ്ത പാപം ഉണ്ടാവുമെന്ന് പേടിക്കണ്ട. മൽപിത്രോഹോ സലിലം ദത്വ, എൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് വെള്ളം കൊടുത്തു ശേഷം നത്വ ജീവിതം പ്രാർത്ഥയ, നമസ്കരിച്ച് നീ ഈ ഉണ്ടായതൊക്കെ പറഞ്ഞ് ജീവനെ രക്ഷിക്കണമെന്ന് നീ അവരോട് പ്രാർത്ഥിച്ചാലും ഇതി മാം പ്രാഹ എന്ന് എന്നോട് പറഞ്ഞു. ഉണ്ടായതന്നെ പറഞ്ഞു.
അതായത് ആ മുനികുമാരൻ അപ്പോൾ കാൽക്കൽ വീണ് നമസ്കരിച്ചു, സോറി, അതായത് ഞാൻ വേണിച്ചിട്ടല്ല എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ മുനികുമാരൻ രാജാവിനോട്, ദശരഥ മഹാരാജാവിനോട്, ഭയപ്പെടേണ്ട, ഞാൻ ബ്രാഹ്മണനല്ല, അതുകൊണ്ട് അങ്ങക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാവൂന്നുള്ള ഭയം വേണ്ട. എൻ്റെ മാതാപിതാക്കന്മാർക്ക് വെള്ളം പോയി കൊണ്ടു കൊടുത്ത ശേഷം അവരെ നമസ്കരിച്ചിട്ട് അവരോട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചോളൂ എന്ന് എന്നോട് പറഞ്ഞു. അതാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയണം. മാ ഭൈഷീരിതി മാം പ്രാഹ ബ്രഹ്മഹത്യാഭയം നതേ മൽപിത്രോഹോ സലിലം ദത്വാ നത്വാ പ്രാർത്ഥയ ജീവിതം. ജീവിതം രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, അതായത് എന്താണ്, ശപിക്കരുതെന്ന് പറയാനേ, അതായത് ഭസ്മാക്കരുതെന്ന്. ഇനി 40. ഇത്യുക്തോ മുനിനാ തേന ഹ്യാഗതോ മുനിഹിംസക രക്ഷേതാം മാം ദയായുക്തൗ യുവാം ഹി ശരണാഗതം. തേന മുനിന ഇതിയുക്ത, ആ മുനിയാൽ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട മുനിഹിംസക, ആ മുനിയെ കൊന്നവനായ ആഗതാഹി, ഞാൻ ഇതാ ആഗതനായിരിക്കുന്നു. ആ നിങ്ങളുടെ മകനായിട്ടുള്ള മുനികുമാരനെ കൊന്നത് ഞാനാണ്. ദയായുക്തൗ യുവാം, ദയായുക്തന്മാരായ നിങ്ങൾ രണ്ടുപേരും ശരണാഗതം മാം രക്ഷേതാം, എന്നെ രക്ഷിക്കണേ. വേണച്ചിട്ടല്ലോ പാവം, സത്യം തന്നെ പറഞ്ഞ. ഇങ്ങനെ മുനി പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഇപ്പം ഇവിടെ ഇങ്ങോട്ട് വന്നത് വെള്ളവും കൊണ്ട്. മുനിഹിംസകനാണ് ഞാൻ, അതായത് അങ്ങയുടെ മകനായിട്ടുള്ള ആ മുനികുമാരനെ കൊന്നവനാണ് ഞാൻ. ഈ നിൽക്കുന്ന ഞാൻ അങ്ങനെ ഒരു പാപം ചെയ്ത ആളാണ് ഞാൻ. നിങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ, ദയവഴിഞ്ഞൊഴുകുന്ന നിങ്ങളെ രണ്ടുപേരും എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇത്യുക്തോ മുനിനാ തേന ഹ്യാഗതോ മുനിഹിംസക രക്ഷേതാം മാം ദയായുക്തൗ യുവാം ഹി ശരണാഗതം. അപ്പോഴോ നമുക്കൊന്നും കൂടിയും ചെയ്യാം എന്തായാലും. ഇതി ശ്രുത്വാതു ദുഃഖാർത്തൗ വിലപ്യ ബഹുശോച്യ തം പതിതൗ നൗ സുതോ യത്ര നയതത്ര വിളംബയൻ. പാവം, ഇതി ശ്രുത്വ, ഇത് കേട്ടിട്ട് ദുഃഖാർത്തൗ തൗ, ദുഃഖിച്ച് വല്ലാതെ ദുഃഖിച്ചു അവർ. പാവം ദുഃഖം കൊണ്ട് അങ്ങേയറ്റം തളർന്ന അവർ രണ്ടുപേരും തം ശോച്യ ബഹുവിലപ്യ, കുറേ നേരം മകനെക്കുറിച്ച് ദുഃഖിച്ച് കരഞ്ഞു. ബഹുവിധം ചെന്ന പലതരത്തിൽ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞു. പതിതവും, ഭൂമിയിൽ എന്നിട്ട് വീണു ഭൂമിയിൽ. എന്നിട്ട് പറഞ്ഞു ദശരഥനോട്, എത്ര സുതഹ തത്ര നൗ വിളംബയൻ നയ, എവിടെയാണ് എൻ്റെ മകൻ കിടക്കണ, മരിച്ചു കിടക്കണ, അവിടേക്ക് ഞങ്ങളെ വേഗം കൊണ്ടുപോകൂ പറഞ്ഞു. അവിടെയാണല്ലോ ആ നദീതീരത്തോ അല്ലെങ്കിൽ പൊയ്കയുടെ തീരത്താണല്ലോ, ആ തടാകത്തിൻ്റെ തീരത്തല്ലേ കിടക്കണേ, വെള്ളം മാത്രമല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇങ്ങടെ, അയാൾ അവിടെ മരിച്ചു കിടക്കണേ. അപ്പോൾ എന്താ പറഞ്ഞേ? അപ്പോൾ ദശരഥൻ പറയാണ്, എൻ്റെ വാക്ക് കേട്ടിട്ട് ദുഃഖിതരായിട്ടുള്ള അവർ രണ്ടുപേരും പുത്രനെ ചൊല്ലി ഒരുപാട് കരഞ്ഞു, ഓരോന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. ബഹുവിധത്തിൽ കരഞ്ഞ് ഭൂമിയിൽ വീണു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ഞങ്ങളുടെ പുത്രൻ കിടക്കണ സ്ഥലത്തേക്ക് ഞങ്ങളെ വേഗം കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. പിന്നെയോ അപ്പം ഇനി അതും കൂടി ചൊല്ലിയിട്ട് നമുക്ക് അടുത്തതും കൂടി ചൊല്ലി നമുക്കിവിടെ നിർത്താം കേട്ടോ. ഇതി ശ്രുത്വാ തു ദുഃഖാർത്തൗ വിലപ്യ ബഹുശോച്യതം പതിതൗ നൗ സുതോ യത്ര നയതത്ര വിളംബയൻ. 42. തതോ നീതൗ സുതോ യത്ര മയാതൗ വൃദ്ധദമ്പതി സ്പൃഷ്ട്വാ സുതം തൗ ഹസ്താഭ്യാം ബഹുശോധ വിലേപതു. തതഃ യത്ര സുതഃ തത്ര, അനന്തരം പുത്രനുള്ള സ്ഥലത്തേക്ക് വൃദ്ധദമ്പതി തൗ മയാ നീതൗ, ഞാൻ വൃദ്ധദമ്പതികളുമായ അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി, അല്ലെങ്കിൽ എന്നാൽ നയിക്കപ്പെട്ടവരായി. തൗ ഹസ്താഭ്യാം സുതം സ്പൃഷ്ട്വ, അവരെ കൈകൊണ്ട് മരിച്ചു കിടക്കണ മകനെ തൊട്ടിട്ട് അഥ ബഹുശ വിലേപതു, കുറേ നേരം കരഞ്ഞു പാവം. അതിനുശേഷം എന്നോട് അങ്ങനെ കൊണ്ടുപോകും പറഞ്ഞില്ലേ അവർ. അപ്പം ഞാൻ വേഗം ആ വൃദ്ധ ദമ്പതികളെ അവരുടെ പുത്രൻ കിടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി. പാവം അവർ ആ മരിച്ചു കിടക്കുന്ന പുത്രൻ്റെ ശരീരത്തെ സ്പർശിച്ചുകൊണ്ട് 2 കൈകൊണ്ടും തൊട്ട് തലോടിക്കൊണ്ട് കുറേ നേരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം ഇന്ന്. ഈശ്വരാ, വല്ലാത്തൊരു ദുഃഖമാണല്ലേ ഈശ്വര. ആരുമില്ല, അന്യാശ്രയം ഇല്ലാത്തവരാണ് ഈ ഭഗവാൻ മാത്രമേ ആശ്രയമുള്ളൂ. അങ്ങനെയുള്ളവർ തന്നെയാണ്.
തതോ നീതൗ സുതോ യത്ര മയാ തൗ വൃദ്ധദമ്പതി സ്പൃഷ്ട്വാ സുതം തൗ ഹസ്താഭ്യാം ബഹുശോഥ വിലേപതു. നമ്മൾ നിർത്തുന്ന സ്ഥലം ഒരു വല്ലാത്ത ദുഃഖമുള്ള സ്ഥലമാണ്. പക്ഷെ സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈശ്വര, ആർക്കും അങ്ങനെ ഒരു ദുഃഖങ്ങൾ വരാതെ ഭഗവാൻ അനുഗ്രഹിക്കണേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.